എത്ര മോനെ? 70 രൂപ. മോനെ, ചേച്ചിയുടെ കയ്യിൽ ഒരു 20 രൂപ കുറവുണ്ടല്ല. അത് കുഴപ്പമില്ല, ചേച്ചി പിന്നെ തന്നാ മതിയാ? അത് മതി. ബാക്കി പിന്നെ തരാട്ടാ. ബാക്കിയൊന്നും തരണ്ട, അത് മതി. 50 രൂപ മതി. ശശി, ഇന്ന് കാര്യത്തിൽ തീരുമാനം എടുക്കണം. ഈ ഹോസ്പിറ്റലിൽ പോകാൻ 50 രൂപ മേടിച്ചാൽ മതിയോ? ആരെ നീ രഞ്ജുന്റെ കേസായി പറഞ്ഞേ? ചേട്ടാ ശരിയാ, അവൻ കൂലി കുറച്ചാ പറഞ്ഞേ. അതുകൊണ്ട് അവൻ ഇഷ്ടം പോലെ ഓട്ടം ഉണ്ട്. ഉറപ്പായി കണ്ട 50 രൂപ അടിക്കണത്. പിന്നെ ഞാൻ കാണണേ. വാ പോയി ചോദിച്ചോ. രഞ്ജോ, ആ നീ ആശുപത്രി പടി വരെ എത്ര ആസനം ഓടണേ? ചേട്ടാ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എങ്ങനെയല്ലെന്ന് 70 രൂപയുടെ ഓട്ടം നീ 50 രൂപയ്ക്ക് ഓടണെന്തിനാന്ന് ചോദിച്ചേ? ബാക്കിയുള്ള ഞങ്ങളൊക്കെ മണ്ടന്മാരാണോ? നിനക്ക് മാത്രം ഓടിയാ മതിയോ? അപ്പലേട്ടാ, അത് ആ ചേച്ചിയുടെ കയ്യിൽ പൈസ തികയാത്തോണ്ട് തരാണ്ടിരുന്നാ. ശശി, ഞാൻ കേട്ടതാ 50 രൂപ മതി എന്ന് പറയണത്. നീ ഇവിടെ നിർത്തിക്കൊള്ളട്ടാ, നിർത്തിക്കോ നീ. എടാ, നീ കാശ് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഓട്ടം കുറയില്ലേ? ഞങ്ങള് തുരുട്ടിയിലൂടെ ജീവിക്കണേ. എടാ, ഞാൻ കാശ് കുറച്ച് ഓടിയതല്ല. പിന്നെ റപ്പേലേട്ടൻ കണ്ടു എന്ന് പറഞ്ഞതോ? തിരിഞ്ഞു നോക്കാതെ നമ്മൾ ഈ കണ്ണാടി കാണുന്ന ഒരുപാട് മോഹങ്ങളില്ലേ, ഇറങ്ങി പോകുമ്പോ വണ്ടി കാശ് തരാനായിട്ട് പേഴ്സ് കുത്തി കുലുക്കി നോക്കുന്നവര്. നീ കണ്ടിട്ടില്ലേ 5 രൂപയുടെ ചീട്ടെടുക്കാനായിട്ട് ആശുപത്രിപ്പടി എത്തും മുമ്പേ കുറെ ചില്ലറത്തുട്ടുകൾ എണ്ണി കൂട്ടുന്നവരെ? അങ്ങനെയുള്ളവരല്ലടാ നമ്മുടെ ഈ ഓട്ടോയിൽ കൂടുതലും കയറണേ. എത്ര മറച്ചു പിടിച്ചാലും അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഒരു ഓട്ടോക്കാരനെ കൊണ്ട് കഴിയും. കാരണം ഒരു ദിവസം നമ്മൾ എത്ര ആളുകളായിട്ട് ഇടപഴകുന്നവരടാ. 20 രൂപ കുറവാന്നാ അമ്മ പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞേ 50 രൂപ മതിയെന്ന്. എനിക്കപ്പം അങ്ങനെ തോന്നി. എത്രയാ? 70 രൂപ. 70? ആ, എന്റെ 60 മേടിക്കാറ്. ഞാൻ സ്ഥിരം ഇവിടെ വന്നാ. അല്ല 70 രൂപ തന്നെയാ. ഇതിപ്പോ പാങ്ങടെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് കൊള്ളയാണല്ലോ. 60 ഉണ്ട്. അയ്യോ, അത് പറ്റില്ല. അതുള്ളൂ. അത് പറ്റില്ലട്ടാ. അത് മതി. പറ്റില്ലട്ടാ. എത്രയാടാ? 70 രൂപ. 70? 70 60 രൂപയാണ് എല്ലാരും മേടിക്കാറ്. അത് ഞങ്ങളുടെ സ്റ്റാൻഡിൽ 60 രൂപയ്ക്ക് ഓടണേ. അതെ, അതെന്താ നിങ്ങളുടെ ചാനലിലെ വണ്ടിയല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചോളൂല്ലോ. ഞാൻ 60 കൊടുക്കാറ്. എന്റെ ഇതുള്ളൂ. നല്ല പടാന്ന് പറഞ്ഞ് വൈകിട്ട് നേരത്തെ പോയാലേ ടിക്കറ്റ് കിട്ടുള്ളൂ. ഞാൻ മഞ്ഞാട്ടോ. ഒരു സിനിമയ്ക്കെങ്കിലും പോടാ. വീട് കഴിഞ്ഞാൽ ഓട്ടം, ഓട്ടം കഴിഞ്ഞാൽ വീട്. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവും. നീ കാര്യം പറ. നിനക്കറിയില്ലേ? എനിക്കറിയില്ല ചേട്ടാ. എന്താണ് ശശി? ഇവന് അമ്പലപ്പടി വരെ പോണേ 60 രൂപ മേടിക്കണെന്ന്. എന്റെ ചേട്ടാ, എല്ലാരും 60 രൂപ മേടിക്കണെന്ന് പറഞ്ഞിട്ട് എനിക്ക് 60 രൂപ തന്നെ. എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ അവന്റെ ന്യായീകരണം. പോട്ടേട്ടാ, നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇടപാട് വെച്ച് നിർത്തിക്കൊള്ളാം. എവിടുന്ന സൗണ്ട് തന്നെ? ആ ബോൾട്ട് ലൂസ് ആണെന്ന് നോക്കിയേട്ടാ. ഇതാ നിങ്ങളത് നോയിക്കൊണ്ടിരിക്കേണ്ട വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടുപോടാങ്ങായി. ശശി, ഒരു കാര്യം അറിഞ്ഞോ? എന്താ? നമ്മുടെ രഞ്ജിനൊരു ആക്സിഡന്റ് ഉണ്ടായി. എങ്ങനെ? ഒരു കാർ വന്ന് കയറിയതാ. എന്നിട്ട് വണ്ടി കണ്ട ആള് തീർന്നാ പറയുള്ളൂ. കാലിന് 3-4 ഒടിച്ചിട്ടുണ്ട്. ഒരു 5-8 മാസം എങ്ങനെ എടുക്കും ബ്രേക്ക് ഓട്ടെ? 5-8 മാസത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാകത്തില്ല. ചെറ്റവർത്താനം പറയരുത്. കാര്യം നമ്മൾ സ്റ്റാൻഡിൽ ഓട്ടക്കാർ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും എന്ന് കരുതി നിന്നെ പോലെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തില് ഞങ്ങളെ പെടുത്തരുത്. എടാ, എത്ര ശത്രുക്കളായാലും ഒരു ഡ്രൈവർമാർ അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ വേണ്ടേട്ടാ അവന്റെ കൂടെ നോക്കാൻ. എങ്ങനെയുണ്ട് കാല്? കുഴപ്പമില്ല. അത് കാരണം വെച്ചല്ലേ? ടൗൺ വരെ ഒന്ന് പോട്ടെ. അല്ലേ വേണ്ട, ബാക്കിൽ വണ്ടിക്ക് പോകോളാം. ചേട്ടാ, ബാക്കിൽ വണ്ടിയിൽ ആളാരാ? ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓൺ ഇതിനകത്ത് കയറിക്കോ. ഈ കാലിന് അത്രയില്ലാത്തവന്റെ വണ്ടി കയറി റിസ്ക് എടുക്കാൻ ഞാനില്ല. നിങ്ങൾക്ക് ആയിരിക്കും വരാൻ പറ്റുമോ? നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ അപ്പുറം സ്റ്റാൻഡിൽ വേറെ വണ്ടി വിളിച്ച് പോകോളാം. അത് വേണ്ട, ആരെങ്കിലും വരും. ആരെങ്കിലും ചെല്ലേട്ടാ. ഹലോ എടാ, ഒരു ഓട്ടം പോവാനാ, നീ ഒന്ന് വീട്ടിലേക്ക് വരാമോ? ചേട്ടാ, ഞാൻ പെരുമ്പാവൂർ വരെ ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂർ താമസമുണ്ട്. ഒരു 10:30 വരാൻ പറ്റുമോ? നേരത്തെ വരാൻ പറ്റൂല ചേട്ടാ. വേറെ ആരെ കിട്ടുക? ഞാൻ പോരുമ്പോ രഞ്ജുവിന്റെ വണ്ടി സ്റ്റാൻഡിൽ കിടപ്പുണ്ട്. അവനെ വിട്ടാ മതിയോ? അവൻ വേണ്ടടാ, അവന്റെ കാലൊക്കെ ഒന്ന് ശരിയാവട്ടെ.
അച്ഛൻ വരുമ്പോ സാധനങ്ങൾ വാങ്ങാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓൻ പോക്കോ, അച്ഛൻ മേടിച്ചോളാട്ടാ. എന്റെ അച്ഛന്റെ മുഖം വല്ലാണ്ടിരിക്കണേ. ഏയ് അത് അച്ഛന്റെ കണ്ണില് പൊടി പോയതാ. അല്ല, അച്ഛന്റെ കയ്യില് കാശില്ലാണ്ടല്ലേ. കാശൊക്കെ ഉണ്ടറാ, അച്ഛൻ വാങ്ങിട്ട് വരാം. പോക്കോ. എന്ത് വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാനുള്ള റാഗിപ്പൊടി വാങ്ങണോട്ടാ. ഇല്ല, അച്ഛൻ മറക്കൂലാട്ടാ. ചേട്ടാ ടൗൺ വരെ ഒന്ന് പോവാ. ബാക്കിയിരിക്കോ. ഞാൻ പറഞ്ഞാണല്ലോ ഈ വണ്ടിയിൽ ഞാൻ വരില്ല. നീ വണ്ടി പോയില്ലെങ്കിൽ ഈ സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി പോയില്ലേ? ഇതാണ് ഫസ്റ്റ് ടേണിലെ വണ്ടി. ഇതിൽ കയറാൻ പറ്റി നീ കയറിയാൽ മതി. അതല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിച്ച് പോയാൽ മതി. ഈ സ്റ്റാൻഡിൽ നിന്ന് ആരും വരാൻ പോകില്ല.